ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്മി ഫുഡ്വെയർ മാൾ പുനലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ ഉദ്ഘാടനം 27-ാം തീയതിയായിരുന്നു. അന്നെടുത്ത കുറച്ച് വീഡിയോസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അവിടുത്തെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് നടന്ന പരിപാടികളും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. ഈ ഷോപ്പ് വന്നിട്ട് പുനലൂർ കൈമാസ് റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. 27-ാം തീയതിയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അപ്പം നല്ല രീതിയിൽ ഷോപ്പ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ പുനലൂരൊക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാവരും ഈ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുക. ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് കുറച്ച് ഓഫറുകളുമൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഷോപ്പിൽ പോവുക. നമുക്ക് ഷോപ്പിൻ്റെ ഉദ്ഘാടനം കണ്ടിട്ട് വരാം. ഷോപ്പി ഫുഡ്വെയർ മാൾ എന്ന ഈ സ്ഥാപനം ഈ മനോഹരമായ പ്രഭാതത്തിൽ വളരെയേറെ ഐതിഹാസികമായ വ്യാപാരത്തിൻ്റെ ഐതിഹാസികമായ ചരിത്രമാകുന്ന നമ്മുടെ ഈ പുനലൂർ പട്ടണത്തിൽ ആരംഭിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വ്യാപാരികളെ കൂടാതെ ഈ ഷോപ്പും ഉടമകളും ബന്ധുക്കൾ മറ്റ് പുനലൂരിലെ പ്രമുഖരെ, നമ്മുടെ പുനലൂർ പട്ടണത്തിൽ ഇന്ന് പുതുതായി ആരംഭിക്കുന്ന ഈ പാദരക്ഷ കട കഴിഞ്ഞ 50 വർഷമായി നമുക്കറിയാം. 5-ലും നമ്മുടെ താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇരട്ടി മധുരത്തിൻ്റെ അവസരമാണ്. നേരത്തെ പ്രിയപ്പെട്ട മുഹമ്മദ് സർ പറഞ്ഞതുപോലെ തന്നെ പുനലൂർ എനിക്കെപ്പോഴും നല്ല ഓർമ്മകളും നല്ല നിമിഷങ്ങളും നല്ല സ്നേഹങ്ങളും സമ്മാനിച്ച ഒരു നഗരമാണ്. കാരണം 7ഓളം വർഷങ്ങളായിട്ട് പുനലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് അധ്യാപികയായി സേവനം അനുഷ്ഠിച്ച് അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ അഞ്ചൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെസ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നഗരത്തോട് എനിക്ക് എപ്പോഴും വല്ലാത്തൊരു സ്നേഹവും ഊഷ്മളമായിട്ടുള്ള ബന്ധവും കടപ്പാടും, അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന വല്ലാത്തൊരു ഊഷ്മള വികാരം. ഈ അവസരത്തിൽ ഇതിൻ്റെ സ്ഥാപക നേതാവായി ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ സാഹിബ് അവർക്ക് എന്നും എപ്പോഴും എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ദീർഘായുസ്സും പഠിച്ചു തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയ മാതാവിനും അധ്വാനത്തിൻ്റെ നേർക്കാഴ്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാത തന്നെയാണ് എൻ്റെ പ്രിയ സഹോദരൻ യാസറും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേൽക്കുമേൽ സ്ഥാപനത്തിന് എന്നും അഭിവൃദ്ധിയും ആത്മാഭിമാനത്തോടു കൂടിയുള്ള പ്രവർത്തനവും കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന ഹൃദയത്തിൽ നിന്നും ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷോപ്പിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതിൻ്റെ കൈത്താങ്ങായും താങ്ങും തണലുമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രിയപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, സ്റ്റാഫ് മെമ്പേഴ്സ്, ഏറ്റവും എന്താ പറയുക, ഒരു പുല്ലിൽ നിന്ന് തുടങ്ങുന്ന ഏറ്റവും താഴെ ഭാഗത്ത് നിന്ന് തുടങ്ങി ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പല പല വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അംഗങ്ങളും തന്നെയാണ്. അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരും സ്ഥാപനത്തെ വിശ്വാസത്തിലേക്ക് എടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നാട്ടുകാരും എല്ലാം തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഈ അവസരത്തിൽ തുടർന്നുള്ള എല്ലാ സഹകരണങ്ങളും പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തു ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തന്നെയും ഈ ഒരു ലളിത മനോഹരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രമുഖ വ്യക്തിക്കും ആശംസകൾ അർപ്പിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഇതിൽ ഇപ്പോൾ കൂട്ടായിട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും എല്ലാം ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഷോപ്പിൻ്റെ ഉദ്ഘാടനമൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. പാദരക്ഷകൾ, ബാഗുകൾ, കുടകൾ, തൊപ്പികൾ, ഹെൽമറ്റുകൾ, പെർഫ്യൂം ഐറ്റംസ്, അതുപോലെ തന്നെ യാത്രാ ഉപകരണങ്ങൾ, പിന്നെ സ്കൂളിലേക്ക് ആവശ്യമായ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ്, ഇവയൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് സെലക്ഷനുകളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാവുന്നതാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഈ ഷോപ്പിൽ പോവുക, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക.
പിന്നെ ഞാൻ അവിടെ അന്നേ ദിവസം എടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ.